ഭരണശിലാകേന്ദ്രമെന്ന് ചരിത്രത്തിൽ അറിയപ്പെടുന്ന പുലിനാർകോട്ട കാലത്തിന്റെ തിരുമറയിൽ ഇന്ന് മറ്റൊരു മുഖം ധരിച്ചിരിക്കുന്നു. കോട്ടയുടെ ഭാരമേറിയ പഴവ് നിറഞ്ഞ വാതിൽ തുറന്ന് അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ മുൻകാല യുദ്ധഘോഷങ്ങളോ രാജകീയ തേജസ്സുകളോ കാണാനാകില്ല. പകരം മിനുക്കിയ ഗ്ലാസ് വാതിലുകളുടെയും തിളങ്ങുന്ന AC ലൈറ്റുകളുടെയും ഇടയിൽ കമ്പ്യൂട്ടറുകളുടെ ശബ്ദവും കീബോർഡുകളുടെ ടൈപ്പിംഗ് സംഗീതവുമാണ് മുഴങ്ങുന്നത്. അവിടേക്ക് നീ പ്രൊമോഷൻ മെയിൽ കണ്ടു? കണ്ടു. മേഘയ്ക്ക് പ്രൊമോഷൻ കിട്ടി. എന്ത് കഴിവുണ്ടായിരുന്നു ഇവക്കൊക്കെ ടീമിന്റെ തലപ്പത്ത് വരാൻ? കഴിവുകൊണ്ടല്ല അളിയാ, വേറെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. മോശനപ്പോള്ള നടപ്പ് കണ്ടാ മതി, അറിഞ്ഞൂടെ? പ്രൊമോഷൻ കിട്ടുന്നത് ജസ്റ്റ് ഇൻഫ്ലുവൻസ് കൊണ്ടല്ല, കഴിവ് കൊണ്ടാണ്. ഗ്രോ അപ്പ് മാൻ. മൂഡ് പോയി. കുറച്ചു നേരം ഇൻസ്റ്റാഗ്രാം നോക്കട്ടെ. എന്താ പിന്നെ ഞാനും നോക്കാം. ദേവിയുടെ പുതിയ റീൽ വന്നേക്കുന്നു. ഈ 1/2 മിനിറ്റ് വീഡിയോയ്ക്ക് അവർക്ക് 10K ലൈക്ക്. എന്തോ നാളെ ഈ കാണിച്ചു വെച്ചേക്കുന്നത്. 1/2 മിനിറ്റ് വീഡിയോ മാത്രമല്ലേ നിങ്ങൾ കാണുന്നുള്ളൂ, അതിന്റെ പിന്നിലെ എഫേർട്സ് നിങ്ങൾ അറിയുന്നില്ല. കുറെ നാളായി നിങ്ങളുടെ ഈ സ്ഥിരം പല്ലവി. ഇതോടെ നിർത്തിക്കോ. അവളുടെ അഹങ്കാരം. നീ അത് വിടറിയാ. അതിരിക്കട്ടെ. എടാ, മറ്റേ മാത്സ് വന്നിട്ടില്ലല്ലോ അല്ലേ? നാളെയും വരാതിരുന്നാ മതിയായിരുന്നു. നാളെ നമ്മളെല്ലാവരും കൂടെ ലഞ്ച് പോകുന്നതല്ലേ? ഒറ്റ ഇരുപ്പിന് മൊത്തം തിന്നു തീർക്കും. മാത്സ് വന്നാല് നമുക്കൊന്നും കിട്ടത്തുമില്ല. ശരിയാ, മാത്സ് വരണ്ട, ശല്യം. അനന്യ വന്നല്ലോ, കുറെ ആയല്ലോ കണ്ടിട്ട്. മാത്സിനെ കുറിച്ച് നിങ്ങൾ പറഞ്ഞത് ഞാൻ കേട്ടു. നിങ്ങൾക്കൊന്നും വേറെ ഒരു പണിയില്ലേ? എന്തിനാണ് ഒരാളെ കുറിച്ച് ഇങ്ങനെ പറയുന്നത്? അവക്ക് പിടിച്ചില്ല. സാം, മെറ്റേണിറ്റി കഴിഞ്ഞ് വന്നിട്ട് എനിക്ക് പ്രൊജക്റ്റ് ഒന്നും കിട്ടുന്നില്ല. ഏതെങ്കിലും പ്രൊജക്റ്റിലേക്ക് മാപ്പ് ചെയ്യാൻ പറ്റുമോ? അയ്യോ, ഇപ്പോഴാണ് വന്നതല്ലേ? കുറച്ച് സമയം ഒന്ന് ബെഞ്ചിലിരിക്കെ, നോക്കട്ടെ, നമുക്ക് പതിയെ ശരിയാക്കാം. അനു, നിന്നെ കാണാൻ മുട്ടിഞ്ഞ ലുക്കായിരുന്നല്ലോ. നോട്ടത്തിൽ നീ ഒന്ന് പച്ച പിടിച്ചിട്ടുണ്ട്. നമുക്കൊരു ഡേറ്റിനൊക്കെ പോണ്ടേ? പോയിട്ട് വരുമ്പോൾ നിനക്കൊരു പ്രോജക്റ്റും വേണമെങ്കിൽ ഒരു ഓൺസൈറ്റും ഞാൻ സെറ്റാക്കി തരാം. നീ എന്ത് പറയുന്നു? വീട്ടിൽ വന്നാൽ ഇവരൊരു സ്വസ്ഥത തരില്ലല്ലോ ഈശ്വരൻ. അവരുടെ നീതി അവരുടെ വിലാപത്തിൽ നിന്നാണ് ജനിച്ചത്. അവരുടെ വിലാപം എന്റെയാണ്, ഈ ലോകത്തിലെ ഓരോ മനുഷ്യരുടേതുമാണ്. അയ്യോ, നല്ല മഴയായല്ലോ. നാശം, ഇനി ഞാൻ എങ്ങനെ പോകും? അയ്യോ, കറണ്ട് പോയോ? UPS എന്തു പറ്റി? അയ്യോ, എനിക്ക് പേടിയാവുന്നടാ. അതാരാ? അയ്യോ, അതെങ്ങനെയാ വീണത്? അയ്യോ, നീ
നിന്റെ ചിരിയുടെ പിന്നിൽ 1000 കണ്ണുനീർ. നീ അവരെ തകർത്തു. അവരുടെ വേദനയിൽ നീ ലഹരി കണ്ടെത്തി. ഇനി നിനക്ക് വേദനയുടെ കാലം. എന്താ അവിടെ നടന്നത്? ആരാ ഇത്? അയ്യോ, പ്രേതം, പിശാച്, യക്ഷി. ശരിയാ, ഇതേതോ അമാനുഷിക ശക്തിയാണ്. നമ്മുടെ ചോര വേണമെന്നല്ലേ അവള് പറഞ്ഞത്. അവൾ ഇനിയും വരും. എന്റെ പുല്ലുതപ്പാവേ. ഷോ, നമ്മളിനി എന്ത് ചെയ്യും? എടാ, നിനക്കേതോ ജോത്സനെയോ മന്ത്രവാദിയോ മറ്റോ പരിചയമുണ്ടെന്ന് നീ പറഞ്ഞിട്ടില്ലേ? ഉണ്ട്. എൻ്റെ കുടുംബക്ഷേത്രത്തിൽ ഒരു ദേവപ്രശ്നത്തിന് വന്നപ്പോഴാണ് ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെട്ടത്. ഒരുപാട് വാദങ്ങളൊക്കെ ഒഴിപ്പിച്ചിട്ടുണ്ടെന്നാണ് കേൾക്കുന്നത്. ഇനി അദ്ദേഹത്തിനെ നമ്മളെ രക്ഷിക്കാൻ കഴിയും. ആരാ അത്? ബ്രഹ്മദത്ത നമ്പൂതിരിപ്പാണ്. വരൂ, നമുക്ക് അദ്ദേഹത്തെ പോയി കാണാം. ഒന്ന് രക്ഷിക്കണേ. നിങ്ങളൊക്കെ ആരാ? എവിടുന്നാ? എന്റെ സ്വാമി, ഞങ്ങള് പുലേന കോട്ടയിലെ മറ്റേ IT കമ്പനിയിൽ നിന്നാണ്. ഞങ്ങളെ ഒരു പിശാച്, ഒരു യക്ഷി, ഒരു രൂപം വന്ന് നമ്മളെ വേട്ടയാടുന്നുണ്ട് സ്വാമി. ഞങ്ങൾ ആകെ പെട്ടിരിക്കുവാണ് സ്വാമി. അതെ സ്വാമി, ആകെ താളം തെറ്റിയിരിക്കുവാണ്. വിഷമിക്കണ്ട, നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. അപ്പോ പ്രശ്നം നിസ്സാരമല്ല. പ്രതിവിധി ഈ ബ്രഹ്മദത്തനെ പ്രയാസവുമല്ല. പറഞ്ഞ ലക്ഷണങ്ങൾ വെച്ച് ഞാനിതാ ആവാഹിക്കാൻ പോവുകയാണ്. തുടങ്ങട്ടെ? ഓ, ഒന്ന് തുടങ്ങ് സ്വാമി. എന്തിനാ നമ്പൂതിരിപ്പാടെ നിങ്ങൾ എന്നെ വിളിച്ചു വരുത്തിയത്? റാണി,
നിങ്ങൾ ഈ കാണിക്കുന്നതെല്ലാം ഉചിതമാണെന്ന് കരുതുന്നുണ്ടോ? മനുഷ്യരെ ദ്രോഹിക്കുന്നത് റാണിയുടെ നയമല്ലല്ലോ. അവരാണ് തുടങ്ങിയത്. മനുഷ്യരെ ആക്രമിക്കുകയും അവർക്ക് അവസരങ്ങൾ കൊടുക്കാതെയും അവരെ ചൂഷണം ചെയ്യുന്നതും ഇവരെ പോലുള്ള മനുഷ്യരാണ്. അതിനുള്ള ഉത്തരം ഭയമാണ്, ഭയം മാത്രം. റാണി, നീ ഭയം വിതയ്ക്കുന്നു. ഭയം കൊണ്ട് മാത്രം മാറ്റം വരാറില്ല. പിന്നെ ചൂഷകരോട് മിണ്ടാതിരിക്കണോ? ഇവരെല്ലാം ചൂഷകരാണ്, അബല വിഭാഗങ്ങളെ ആക്രമിക്കുന്നവർ. റാണി, നമുക്ക് പരിഹാരമുണ്ടാക്കാം. ഇനി മുതൽ ഇങ്ങനെയുള്ള മനുഷ്യരുടെ നേർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകാതിരുന്നാൽ അവിടുന്ന് ഒഴിവാകും. ഒരു മനുഷ്യരോടും ഇവിടെ നീതി നിഷേധം ഉണ്ടാകാൻ പാടില്ല. തുല്യത, സമത്വം എന്നിവ ഉറപ്പുവരുത്തണം. ഇവിടെ ഉപരിവർഗങ്ങളോ അബലവർഗങ്ങളോ ഇല്ല. എല്ലാം മനുഷ്യർ മാത്രം. എല്ലാവർക്കും ഒരേ രീതിയിലുള്ള അധികാരങ്ങൾ, ഒരേ രീതിയിലുള്ള അവസരങ്ങൾ. ആരെയും വേർതിരിച്ച് കാണരുത്. ആരുടെയും ഉയർച്ചയിൽ തടസ്സമാകരുത്. ആരുടെയും വളർച്ചയിലോ മറ്റെന്തിലോ കൈകടത്തരുത്. ഇതാ, ഞാൻ വാക്കു നൽകുന്നു. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാം. ഞങ്ങൾക്കും ഞങ്ങളുടെ തെറ്റ് മനസ്സിലായ റാണി, മാപ്പ്. ഇനി ഞങ്ങൾ ഇത് ആവർത്തിക്കില്ല. അതെ, വാക്ക്. കോതറാണി ഒരാളല്ല, അവളൊരു ആത്മാവാണ്. നിരന്തരം അപമാനിക്കപ്പെട്ട, അവഗണിക്കപ്പെട്ട, തള്ളിക്കളയപ്പെട്ട ഓരോ മനുഷ്യന്റെയും കൂട്ടായ ശബ്ദം. നീതി തേടുന്ന മനുഷ്യരുടെ അഗ്രഹശക്തി. പതിറ്റാണ്ടുകൾക്ക് മുമ്പ് കേരളത്തിലൊരു പുലിയ രാജവംശം നിലനിന്നിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട്. കോതറാണി മലയുടെ രാജ്ഞി കോതറാണി, സവർണ നാട്ടുരാജാക്കന്മാരുടെ പേടി സ്വപ്നം. ആ രാജ്യത്ത് തുല്യനീതിയും ന്യായവും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്നും അതിന്റെ ചരിത്രാവശിഷ്ടങ്ങൾ നമുക്ക് ചുറ്റും ചിതറിക്കിടപ്പുണ്ട്. അസമത്വങ്ങൾ ഉണ്ടാകുമ്പോൾ ഉറയിലെ വാളുമായി കോതറാണി ഓരോ ഇടത്തിലും പ്രത്യക്ഷപ്പെടട്ടെ.